ചിങ്ങം രാശി. ദൂരയാത്രകൾ, ഫോറിൻ കൊളാബറേഷൻസ്, ആത്മീയത എന്ന വിഷയങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം പ്രാധാന്യം നേടുക. സൂര്യൻ ഈ മേഖലയെയാണ് കൂടുതൽ നേരം സ്വാധീനിക്കുക. സൂര്യനൊപ്പം മറ്റു ഗ്രഹങ്ങളും ഈ മേഖലയെ സ്വാധീനിക്കും. ദൂരയാത്രകൾ, ഫോറിൻ ട്രിപ്സ്, ലോങ് ട്രിപ്സ്, ഹോളിഡേ ട്രിപ്സ്, തീർത്ഥാടനം എന്നിവ ഈ മാസം പ്രതീക്ഷിക്കുക. ഫോറിൻ കൊളാബറേഷൻസ്, വിദേശത്തു നിന്നുള്ള വ്യക്തികൾ കൊണ്ടുവരുന്ന പല പ്രോജക്റ്റുകളും ഈ മാസം ഉണ്ടാകാം. മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കേണ്ട സമയമാണ്, അല്ലെങ്കിൽ നിലവിലുള്ള അവസരങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സമയമാണ്. എഴുത്തുകാർ, പബ്ലിഷേഴ്സ് എന്നിവർക്കും ഈ മാസം ഒരു പ്രധാന അവസരം ആയിരിക്കും. യുക്തിവാദികൾ പോലും ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മാസമാണ് ഏപ്രിൽ. ആത്മീയ പുസ്തകങ്ങൾ വായിക്കൽ, ആത്മീയ യാത്രകൾ, ആത്മീയത, തത്വചിന്ത എന്നിവയെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ ഈ മാസം പ്രതീക്ഷിക്കുക. ഇവയിൽ നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത ചില തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. പിതാവ്, പിതൃതുല്യരായ വ്യക്തികൾ എന്നിവരോടുള്ള ബന്ധം വളരെ പ്രധാനമാകും. അവരോടുള്ള അധികാര വടംവലികൾ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉപരിപഠനം, കരിയർ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് അവസരങ്ങൾ എന്നിവയും ഏപ്രിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നതാണ്. രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ആശയവിനിമയം എന്ന മേഖലയ്ക്ക് മേൽ പൂർണ്ണചന്ദ്രൻ വന്നെതുക്കി. ഈ മാസം നിങ്ങൾ നിരവധി ആശയവിനിമയങ്ങൾ നടത്തുന്നതാണ്. ഇവ കൂടുതലും നിങ്ങളുടെ സഹോദരങ്ങൾ, സഹോദര തുല്യരായ വ്യക്തികൾ എന്നിവരോടൊപ്പമായിരിക്കും. ചെറുയാത്രകൾ, ചെറു പ്രോജക്റ്റുകൾ, എഴുത്ത്, എഡിറ്റിംഗ്, മീഡിയ, പ്രീച്ചിങ്, ടീച്ചിങ്, കൗൺസിലിംഗ് എന്ന മേഖലയിൽ നിന്നുള്ള നിരവധി ജോലികളും പ്രതീക്ഷിക്കുക. ചെറിയ കോഴ്സുകൾ ചെയ്യാനുള്ള അവസരം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ള അവസരം, അവയുടെ റിപ്പയറിംഗ്, നെറ്റ്വർക്കിംഗ് ജോലികൾ, സ്വന്തം സംരംഭങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പ്രതീക്ഷകൾ എന്നിവയും ഈ മാസം നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ഒരേ സമയം പലവിധ ജോലികൾ നിങ്ങൾ ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും നിങ്ങളെ തേടിയെത്താം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടുകൂടി വേണം ഈ മാസം മുന്നോട്ട് നീങ്ങാനായി. ലോങ് ടേം ജോലികൾ, ഗ്രൂപ്പ് സെറ്റിംഗ്സ്, സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ, ചാരിറ്റി എന്ന മേഖലയെ ചൊവ്വയാണ് ശക്തമായിട്ട് സ്വാധീനിക്കുക. ചൊവ്വ അഗ്രസീവായിട്ടുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ ലോങ് ടേം ബന്ധങ്ങൾ, അവ വ്യക്തിബന്ധമാകാം, ഔദ്യോഗിക ബന്ധമാകാം, സാമൂഹിക ബന്ധമാകാം, ഇവയിൽ നിന്നുള്ള ലോങ് ടേം ബന്ധങ്ങളെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിൽ കാണേണ്ടതായിട്ട് വരും. ഈ ബന്ധങ്ങൾക്ക് മേൽ ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ, നിലവിൽ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു പ്രവണത, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള ആഗ്രഹം, പുതിയ ടീമിൽ ചെന്ന് ചേരാനുള്ള ഒരു അവസരം, സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ രംഗത്തു നിന്നുള്ള പ്രോജക്റ്റുകൾ, ലോങ് ടേം ജോലികൾ, പുതിയ ഗ്രൂപ്പുകളിൽ ചേരാനുള്ള സമയം, കുട്ടികൾ, യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവയിൽ നിന്ന് ഉള്ള അവസരങ്ങളും ഈ മാസം നിങ്ങളെ തേടിയെത്താം. ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള മധുര പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിൽ നിറയുന്നൊരവസരമാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കും ഈ മാസം നിങ്ങൾ നടത്തുക. അവയെല്ലാം ഫലവത്താകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കന്നിരാശി. ചൊവ്വ, ജോലി, അധികാരികൾ, സമൂഹത്തിലെ നിങ്ങളുടെ മാന്യത എന്ന മേഖലയെ ശക്തമായി സ്വാധീനിക്കുന്നു. ജോലിയെക്കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകൾ ഈ മാസം നിങ്ങളുടെ മനസ്സിൽ നിറയും. ഈ വർഷത്തിൽ ജോലി എന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രകടനം നടത്തുന്ന ഒരു മാസമാണ് ഏപ്രിൽ. പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം, ജോലിസ്ഥലത്ത് അധികാരികളുമായിട്ടുള്ള ഈഗോ ക്ലാഷസ്, പലതരം അധികാര വടംവലികൾ, ജോലിസ്ഥലത്തുള്ള തർക്കങ്ങൾ എന്നിവയും ഈ മാസം ഉണ്ടാകാം. അവ നിങ്ങളുടെ ജോലിയുടെ അവസ്ഥയെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം സംസാരിക്കുക. ഓഫീസ് പൊളിറ്റിക്സ്, ഗോസിപ്സ് എന്നിവയിൽ നിന്നും പരിപൂർണമായി അകന്നു നിൽക്കുക. ജോലിസ്ഥലത്ത് ശാരീരികമായിട്ടുള്ള അധ്വാനം കൂടുതൽ വേണ്ട ജോലികൾ ഉണ്ടാകാം. കൂടുതൽ പ്രോജക്റ്റുകളിൽ ഒരേ സമയം ജോലി ചെയ്യേണ്ട അവസ്ഥയും വന്നു ചേരാം. അതുകൊണ്ട് ജോലിസ്ഥലം എന്ന മേഖല വളരെ സെൻസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ മാസം കാണുക. അതുകൊണ്ട് തന്നെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ, കൂടുതൽ ഉത്തരവാദിത്വം പ്രദർശിപ്പിക്കേണ്ട ഒരു മാസമാണ് ഏപ്രിൽ. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകാം. പക്ഷേ
നിലവിലുള്ള ജോലിയുടെ അവസ്ഥയെ ബാധിക്കാത്ത രീതിയിലുള്ള അന്വേഷണമായിരിക്കണം ഉണ്ടാകേണ്ടത്. സാമ്പത്തിക വിഷയങ്ങൾ, വൈകാരിക സമ്മർദ്ദം എന്ന മേഖലയാണ് സൂര്യൻ ശക്തമായിട്ട് സ്വാധീനിക്കുക. സൂര്യനൊപ്പം നിരവധി ഗ്രഹങ്ങളും ഈ മേഖലയിലുള്ളതുകൊണ്ട് അധിക ചിലവും ധനലാഭവും ഈ മാസം ഉണ്ടാകാം. പക്ഷേ അവ തമ്മിൽ ഒരു ബാലൻസിങ് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അനാവശ്യമായിട്ടുള്ള എല്ലാ ചിലവുകളും ഒഴിവാക്കേണ്ടതാണ്. ലോണുകൾ നൽകാനും ലഭിക്കാനുമുള്ള അവസ്ഥ, പുതിയ ജോയിൻ്റ് വെഞ്ചറുകൾ, ബിസിനസ് പങ്കാളി, ജീവിത പങ്കാളി എന്നിവരോട് നടത്തുന്ന തർക്കങ്ങൾ, ഈ തർക്കങ്ങൾ കൂടുതലും സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലിയായിരിക്കും. ടാക്സ്, ഇൻഷുറൻസ്, PF എന്ന വിഷയങ്ങളിലുള്ള തിരുത്തലുകൾ എന്നിവയും ഈ മാസം ഉണ്ടാകാം. സാമ്പത്തിക വിഷയങ്ങളുടെ ഈ ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ സന്തോഷത്തെയും ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളിലും പണം ചിലവാക്കാതിരിക്കുക. കോസ്റ്റ് കട്ടിംഗ് ഈ സമയം വളരെ നല്ലതാണ്. പുതിയ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം. ശാരീരിക അസ്വസ്ഥതകളും ഈ മാസം പ്രതീക്ഷിക്കുക. രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം സാമ്പത്തിക മേഖലയിൽ തന്നെ പൂർണ്ണചന്ദ്രൻ വന്നുദിക്കും. നിങ്ങളുടെ ഒരു മൂല്യത്തെ മറ്റുള്ളവർ സംശയിക്കുന്നു എന്നൊരു അവസ്ഥ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ശത്രുക്കൾ എന്നിവരോടുള്ള പലതരം തർക്കങ്ങളും പ്രതീക്ഷിക്കുക. ജോലിസ്ഥലത്തെ പല പ്രൊജക്റ്റുകളിലും പൂർത്തീകരണം സംഭവിക്കാം. പുതിയ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യാനുള്ള സമയവും ഈ മാസം നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഏപ്രിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.